ഒരു ചെറിയ അറിവാണ്. നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് വളരെയധികം വ്യാപിച്ചിരിക്കുന്ന ഒരു ഭരണഘടനയുടെ അടിസ്ഥാനമാണ് അല്ലെ. ഭരണഘടന രൂപാന്തരപ്പെടുന്നതിന് മുന്നേ ബ്രിട്ടീഷുകാര് ഇവിടെ ഭരിച്ചിരുന്നു. നമ്മളുടെ മഹാത്മാഗാന്ധിയും അതോടൊപ്പം തന്നെ പല ഉന്നതരായ വ്യക്തികളാണ് നമുക്ക് സ്വാതന്ത്ര്യം മേടിച്ചു തന്നത്. അതിൽ പല സമ്മേളനങ്ങളും അതോടൊപ്പം തന്നെ പല പല പ്രഭാഷണങ്ങളും പല പല പ്രസ്ഥാനങ്ങളും ഉയർന്നു വന്നിരുന്നു അല്ലെ. അതിൽ ഒന്നാണ് ഹോം റൂൾ ലീഗ്. പലരും കേട്ടിട്ടുണ്ടായിരിക്കാം, ചിലരൊന്നും അറിയില്ലായിരിക്കും. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. ഇതിൽ നമ്മൾ മെയിൻ ആയിട്ടും പറയുന്നത് എന്താണ് ഹോം റൂൾ ലീഗ്. 1916 നിർമ്മിക്കപ്പെട്ടതാണ് ഹോം റൂൾ ലീഗ് എന്ന് പറയുന്നത്. ആനി ബസന്റും അതോടൊപ്പം തന്നെ ബാൽ ഗംഗാധര തിലകുമായിരുന്നു ഇതിന്റെ പ്രധാന നേതാക്കൾ. ഇതിന്റെ പ്രധാന അടിസ്ഥാന ഘടകം എന്തായിരുന്നെന്ന് വെച്ചാൽ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും നമ്മുടെ രാജ്യത്തിന് ഒരു സ്വഭരണം ഉണ്ടാക്കുക എന്നുള്ളതാണ്. വളരെയധികം അർത്ഥവത്തും വളരെയധികം ശാക്തീകരിക്കപ്പെടേണ്ട ഒരു വിഷയമായിരുന്നു ഇത് ആ കാലഘട്ടത്തിൽ. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഹോം റൂൾ ലീഗിന്റെ പങ്ക് എന്തായിരുന്നു എന്ന്. പല പല പ്രഭാഷണങ്ങളിലൂടെയും ചെറിയ ചെറിയ സമ്മേളനങ്ങളിലൂടെയും ഒക്കെ ഈ ഒരു പ്രസ്താവന രാജ്യത്തിന് സ്വഭരണം നേടിക്കൊടുക്കുന്ന നിലയിലേക്കെത്തി. 1916 കോൺഗ്രസും മുസ്ലിം ലീഗും ചേർന്ന് ലക്നൗ പാർക്ക് വെച്ച് ഒരു സമ്മേളനം അല്ലെങ്കിൽ ഒരു യോജിപ്പ് ഉണ്ടാക്കി. അവിടെ നിന്നും ഊർജസ്വലമായി എത്തിയ പ്രസ്ഥാനമാണ് ഹോം റൂൾ ലീഗ് എന്നുള്ളത്. അപ്പോൾ തന്നെ നമുക്ക് പറയാൻ സാധിക്കും ഇത് എത്രത്തോളം നമ്മളുടെ രാജ്യത്തിന് ഗുണകരമായെന്ന് അല്ലെ. ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി സ്വരാജ്യത്തിന് ഭരണം ഏറ്റുകൊടുക്കുക, അങ്ങനെ പല പല ഘടനകളും നമുക്ക് ഇതിൽ നിന്നും കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഇതിൽ നിന്നും പറയുകയാണെങ്കിൽ ഈ പ്രസ്ഥാനം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് അടിസ്ഥാന മുദ്രയായിരുന്നു. ഉറപ്പായുമാണല്ലേ, കാരണം ഇത്രയും ഘടകങ്ങളുള്ള ഒരു 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 പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ അത് നമ്മളുടെ സ്വാതന്ത്ര്യത്തിന് അല്ലെങ്കിൽ നമ്മളുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ഒക്കെ വളരെയധികം പ്രചോദനമേറിയതായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തു വെക്കുക. ഇത് ഒരു പുതിയ അറിവാകട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും അടുത്ത വീഡിയോ വരുന്നവരെ നമുക്ക് പിന്നെ കാണാം. അതുവരെ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഇതേപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.